ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാടും ബാങ്ക് പണം പിടിച്ചു. കേരള ഗ്രാമീൺ ബാങ്കാണ് വിലങ്ങാട് സ്വദേശി സിജോ തോമസിന്റെ പണം പിടിച്ചത്. കട മുഴുവൻ പോയി, ഫുള്ള് പോയായിരുന്നു. ഇൻഷാള്ളായിരുന്നു ചിക്കന് ഫ്രീസറും കാര്യങ്ങളെല്ലാം സ്റ്റോറേജ് ആയിരുന്നു. അതില് സാധനങ്ങൾ 3 ലക്ഷം രൂപയോളം സാധനങ്ങളും ഉപകരണങ്ങളും എല്ലാം ആയിട്ട് ഫ്രീസറും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അന്ന് പോയി. അത് അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എന്നോട് എനിക്കൊരു പ്രായമായ ഒരാൾ എനിക്കൊരു സഹായം തന്നു. ഒരു 15,000 രൂപ. അങ്ങനെ കച്ചവടം തുടങ്ങി. എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ എവിടെയെങ്കിലും കച്ചവടം തന്നു. എൻ്റെ ഉള്ളി എൻ്റെ അക്കൗണ്ടിലേക്ക് ചെന്നു. ഇപ്പം ഞാൻ ഈ ഗ്രാമീണ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറാണ് കൊടുത്തത്. എനിക്ക് കാർഷിക ലോണും കാർഷികേതര ലോണുമായിട്ട് അതിൽ ഞാൻ വീട് വെക്കാൻ വേണ്ടിയിട്ട് കാർഷിക ലോൺ. അപ്പം അത് കൊറോണ സമയത്ത് അത് അടവ് മുടങ്ങിയിട്ട് അതിൻ്റെ പലിശകൾ കൂട്ടിയിട്ട് 12 പൈസയായി. 7.5 ലക്ഷം രൂപയോളം ആയി. അപ്പോൾ അത് പലിശയും കൂടെ കൂട്ടി ഒരു മുതലിലോട്ടാക്കിയിട്ട് കഴിഞ്ഞ കൊല്ലത്തെ മാനേജർ പലിശയും കൂടെ കൂട്ടി അത് മുതലിൽ ചേർത്ത്. മുതലിൽ ചേർത്ത് കഴിഞ്ഞപ്പം അത് ലോണും ബാക്കി കാർഷിക ലോണുമായിട്ട് അവരായി. അപ്പം ഞാൻ 4 തവണയായിട്ട് അടച്ചാൽ മതി, 10 വർഷം കൊണ്ട് തവണയായിട്ട് അടച്ചാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. കാർഷിക ലോൺ ഞാനിപ്പോൾ പുതുക്കി മറ്റേതിനകത്തോട്ടൊരു 10-32 രൂപയോളം ഞാൻ മറ്റേതിനകത്തോട്ട് പലിശ അടച്ചായിരുന്നു. അപ്പൊ ഇപ്പം ഞാൻ അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവുമല്ലോ എന്നുകൊണ്ട് എനിക്ക് വേറെ ബാങ്കിലൊന്നും അക്കൗണ്ട് ഇല്ല, കോപ്പറേറ്റീവ് ബാങ്കിലേ ഉള്ളൂ. അത് പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ IFSC കോഡും കാര്യങ്ങളൊക്കെ ഉള്ളത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഗ്രാമീണ ബാങ്കിന്റെ മറ്റേ ആദ്യത്തെ അക്കൗണ്ടിന്റെ ഇത് അയച്ചു കൊടുത്തു. അപ്പോൾ ആ അക്കൗണ്ടിലോട്ട് 14-ാം തീയതി ഒരു 15,000 രൂപ ഒരു കാരണവര് നല്ലൊരു മനുഷ്യനായിരുന്നു. പുള്ളി ഒരു ഞാൻ അറിയ പോലില്ലാത്ത ഒരാളാണ്. വേറെ നമ്പർ കിട്ടി എന്നെ വിളിച്ചങ്ങനെ എനിക്കൊരു 15,000 രൂപ അയച്ചു തന്നതാണ്. അപ്പൊ അത് പുള്ളി അത് അയച്ചു തന്നിട്ട് ഒരു 12 മണിയായപ്പോൾ തന്നെ 14-ാം തീയതി 12 മണിയായപ്പോൾ തന്നെ അക്കൗണ്ടിൽ പൈസ വന്നു. ഞാനത് അക്കൗണ്ടിൽ പോയി നോക്കി ചോദിച്ചപ്പോൾ പൈസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പിന്നെ അത് എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ പരിപാടി തുടങ്ങണം ചെറുതായിട്ട്. അതിലോ ഇങ്ങനെയൊക്കെ കിട്ടുന്നതും കൊണ്ട് ഇതൊന്ന് തുടങ്ങണമെന്നും കൊണ്ട് ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് വൈകുന്നേരം വരെ 7:38 സമയമായിരുന്നു. അപ്പം ഫോണിനകത്ത് മെസ്സേജ് വന്നിരിക്കുന്നു അക്കൗണ്ടിൽ നിന്ന് പൈസ പിൻവലിച്ചെന്നും പറഞ്ഞു. പിറ്റേ ദിവസം 15-ാം തീയതിയാണ് അവധിയാണ്. 16-ാം തീയതി രാവിലെ മാനേജറിന്റെ അടുത്ത് ചോദിച്ചപ്പം ഇയാൾ പറയുന്നത് അത് നിങ്ങളുടെ സിസ്റ്റത്തിൽ അങ്ങനെ ആക്കിയിട്ടേക്കുവാണ്, അതുകൊണ്ടത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല, സിസ്റ്റം ഭരിക്കുന്നതാണ്. ലോണിലോട്ട് സിസ്റ്റം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരുന്ന പൈസ സിസ്റ്റം ഭരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് സാറേ ഇങ്ങനെയാണ് സംഭവം. എനിക്ക് ഉരുള് പോയിട്ട് എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടതാണ്. എൻ്റെ കട മെയിനായിട്ട് എൻ്റെ വീട്ടിൽ നഷ്ടപ്പെട്ടതാണ്. ഇനി എൻ്റെ കയ്യിലൊരു പൈസയില്ല. എനിക്ക് അത്യാവശ്യം തുടങ്ങാനായിട്ട് ഒരാൾ അയച്ചു തന്ന പൈസയാണ്. അപ്പോൾ അതെനിക്ക് തിരിച്ചു തന്നു. അത് ഞങ്ങൾക്ക് ഇനി തരാൻ പറ്റുകയില്ല. ഞാൻ പിന്നെ ഒന്ന് നോക്കട്ടെ, പരിശ്രമിക്കട്ടെ. ഏത് ബ്രാഞ്ച്? ഗ്രാമീണ ബാങ്ക്, വിലങ്ങാട് ഗ്രാമീണ ബാങ്ക്, കേരള ഗ്രാമീൺ ബാങ്ക് വിലങ്ങാട്. അതല്ലേ? വിലങ്ങാട്. ഞാൻ ഇന്നലെ ഒരു വാർത്ത കണ്ടുകൊണ്ട് ഞാൻ റിപ്പോർട്ട് ചെയ്തത്. റിയാസ് കൈമാർ വിവരങ്ങളുമായി ചേരുന്നു. റിയാസ്, ഒരു വശത്ത് ഈ ബാങ്കുകൾ വായ്പ തിരിച്ചടവ് പിടിക്കുന്നതിന് എതിരെ EMI പിടിക്കുന്നതിനെതിരെ പ്രതിഷേധം നടക്കുന്നു. ബാങ്കേഴ്സ് മീറ്റ് ചേരുന്നു. മുഖ്യമന്ത്രി ശക്തമായ ആവശ്യം ബാങ്കുകളോട് നൽകുന്നു. ഇതൊക്കെ മറികടന്നാണ് ഇപ്പോഴും ബാങ്ക് ഇത്തരത്തിൽ പണം വായ്പ തിരിച്ചടവ് EMI പിടിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് പുതിയ സംഭവം? ഫിജി, തീർച്ചയായും. കാരണം ഇതൊരു മനുഷ്യത്വരഹിതമായ നടപടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം വയനാട്ടിൽ ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായ ചൂരൽമലയിലുള്ള ആളുകൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ ഒക്കെ അവരുടെ ദുരന്തബാധിതർക്ക് സർക്കാർ നൽകിയ സഹായധനം പോലും EMI ആയി പിടിക്കുന്ന ഒരു സാഹചര്യം കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ കൽപ്പറ്റ ശാഖയിൽ നിന്നും കണ്ടു. അതിന് സമാനമായ ഒരു സാഹചര്യമാണ് വിലങ്ങാട് ഇപ്പോൾ ഈ സിജോ തോമസിനും ഉണ്ടായിരിക്കുന്നത്. ഇതേ ജൂലൈ 30-ന് തന്നെയാണ് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ അതേ ജൂലൈ 30-ന് തന്നെയാണ് ഇവിടെ വിലങ്ങാട്, കോഴിക്കോട് വിലങ്ങാടും വലിയൊരു ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത്. അതിൽ ഒരാൾക്ക് മാത്രമാണ് ജീവൻ നഷ്ടപ്പെട്ടത്. പക്ഷേ അതിൻ്റെ നഷ്ടത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. വലിയ ഭീകരമായൊരു നാശനഷ്ടം തന്നെ ഇവിടെ വിലങ്ങാട് ഉണ്ടാവുകയും ചെയ്തിരുന്നു. നിരവധി പേർക്ക് വീടുകൾ ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കടകൾ അടക്കമുള്ള സ്ഥാപനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ കട നഷ്ടപ്പെട്ട ഒരാളാണ് ഈ സിജോ തോമസ്. ചിക്കൻ വ്യാപാരം നടത്തി ജീവിക്കുന്ന ഒരാളാണ് സിജോ തോമസ്. അദ്ദേഹം ബാങ്കിൽ നിന്നും ഇതേ ഗ്രാമീൺ ബാങ്കിൻ്റെ തന്നെ വിലങ്ങാട് ശാഖയിൽ നിന്നും അദ്ദേഹം
കാർഷികേതര ലോണുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഈ ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടു. EMI ഈ ഉരുൾപൊട്ടൽ ബാധിതരോട് പിടിക്കുന്നതിനെ ചൊല്ലി വലിയ വിവാദമുയർന്നു, വിമർശനമുയർന്നു. അത്തരമൊരു സംവിധാനം ഉണ്ടാകരുത് എന്ന് സർക്കാർ തന്നെ, മുഖ്യമന്ത്രി പോലും നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അപ്പോഴും ഇത് യഥേഷ്ടം തുടരുന്നു ബാങ്കുകളുടെ ഭാഗത്തു നിന്നും എന്ന് പറയുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. തീർത്തും മനുഷ്യത്വരഹിതമായ ഒരു നടപടിയാണ് ബാങ്കുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ സിജോ നമ്മളോട് സംസാരിച്ചു അല്പം മുൻപ്. സിജോ പറയുന്നത് സിജോക്ക് ഉണ്ടായ കാർഷികേതര വായ്പകളുടെ ഭാഗമായുള്ള EMI ആണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. അത് സിജോയ്ക്ക് ഒരാൾ 15,000 രൂപ 14-ന് സഹായം നൽകുന്ന ഒരു വ്യക്തിയാണ്. അത് സർക്കാരിൻ്റെ ധനസഹായമല്ല പിടിച്ചത്. ഇപ്പോൾ കൽപ്പറ്റയിൽ നടന്നത് ഈ ചൂരൽമല മേഖലയിലുള്ള ആളുകൾക്ക് സർക്കാർ നൽകിയ സഹായധനം EMI ആയി പിടിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സർക്കാരിന് പകരം ഇവിടെ സിജോയുടെ കട നഷ്ടപ്പെട്ട സാഹചര്യം എന്തെങ്കിലും താൽക്കാലികമായ ഉപജീവന മാർഗം ഒരുക്കാൻ വേണ്ടി സിജോയ്ക്ക് ഒരാൾ 15,000 രൂപ സഹായധനം നൽകുന്നു. ആ സഹായധനം അദ്ദേഹത്തിന് വേറെ മറ്റ് അക്കൗണ്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഗ്രാമീൺ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ പറയുന്നു. ആ അക്കൗണ്ട് ആണ് പിന്നീട് ഇത് വന്നോ എന്ന് അദ്ദേഹം പരിശോധിക്കുന്നുണ്ട്. 14-ന് വന്നു. അപ്പോൾ കൃത്യമായി പിറ്റേന്ന് ബാങ്കിൽ പോയപ്പോൾ അതുണ്ട് എന്ന് മനസ്സിലാകുന്നു. 17-ാം തീയതിയാണ് ഈ ഒരു തുക പിടിച്ചു എന്ന് പറയുന്നത്. ആ 17-ാം തീയതി ഈ തുക പിടിച്ചതായി അറിഞ്ഞതിന് ശേഷം സിജോ നേരെ ബാങ്കിൽ പോയി ഇക്കാര്യം പറഞ്ഞപ്പോൾ മാനേജർ പറഞ്ഞത് അതൊരു സിസ്റ്റം കൊണ്ടുണ്ടാകുന്ന ഒരു തകരാറാണ്, സിസ്റ്റവുമായി കണക്റ്റഡ് ആണ്, ഇത് ഓട്ടോമാറ്റിക്കലായി ഈ പണം പിൻവലിക്കപ്പെട്ടതാണ്, ഇത് ഇനിയിപ്പോൾ തിരിച്ചെടുത്ത് നൽകുക എന്ന് പറയുന്നത് സാധ്യമല്ലാത്തൊരു കാര്യമാണ് എന്നൊരു മറുപടിയാണ് ബാങ്ക് മാനേജറുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്ന് സിജോ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ സിജോ നമ്മളുമായി സംസാരിച്ചിട്ടുണ്ട്. ഇത് ബാങ്ക് അധികൃതരുമായി തുടർന്നും സംസാരിക്കാൻ തന്നെയാണ് സിജോ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ തീർത്തും ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു നടപടിയാണ്. പ്രത്യേകിച്ച് ഈ ദുരന്ത മേഖലയിൽ ദുരന്തത്തിൽപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്ന മനുഷ്യരുടെ വായ്പ പണം ഈ ഒരു ഘട്ടത്തിൽ പിടിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവാത്തൊരു സാഹചര്യം തന്നെയാണ്. അത് പ്രത്യേകിച്ച് സർക്കാരും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ വ്യക്തമാക്കിയിട്ടും ബാങ്കുകൾ ഇത് തുടരുന്നു എന്നുള്ളത് ഹീനമായ നടപടിയായി മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. ഫിജി, അങ്ങനെ തന്നെയാണ് റിയാസ്. എന്തായാലും വളരെ ഹീനമായ ദയവില്ലാത്ത ഒരു പരിപാടിയാണ് ഇന്ന് ബാങ്കുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് നമുക്ക് തുറന്ന് വ്യക്തമാക്കി പറയേണ്ടിയിരിക്കുന്നു. കാരണം വലിയ പ്രതിഷേധം ബാങ്കുകൾക്കെതിരെ നടക്കുന്നുണ്ട്. ഗ്രാമീൺ ബാങ്ക് ആണ് കൂടുതലും ഇത്തരത്തിൽ വായ്പാ തിരിച്ചടവ് പിടിക്കുന്നത്. വയനാട് ദുരന്ത മേഖലയിൽപ്പെട്ടവർക്ക് നിന്നാണ് ബാങ്ക് അവരുടെ ഇരുട്ടടി എന്ന പോലെ ബാങ്ക് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുഖ്യമന്ത്രിയും ബാങ്ക്